രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിലൊന്നായിരുന്നു മംഗലാപുരം ദുരന്തം. അത് നടന്നത് 2010 മെയ് 22 രാവിലെ 6 മണിക്കാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയുടെ അറ്റത്തുള്ള സിഗ്നൽ തൂണിൽ ഇടിച്ച് ചിറകൊടിഞ്ഞ് സമീപത്തെ കൊക്കയിലേക്ക് വീണ് കത്തി അമരുകയായിരുന്നു. വിമാനത്തിൽ 160 യാത്രികരും 6 വിമാന ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 158 പേരും വെന്തുമരിച്ചു. 8 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. 6 കിലോമീറ്റർ ദൂരത്തു തന്നെ റൺവേ കാണാൻ കഴിയുമായിരുന്ന തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു അന്ന്. വിമാനം നിയന്ത്രിച്ചിരുന്നത് 10,000-ലേറെ മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള കമാൻഡറും ഇന്ത്യയിൽ തന്നെ 2 എയർലൈനുകളിൽ ജോലി ചെയ്തിരുന്ന കോ പൈലറ്റും. ഒരു തരത്തിലും ആശങ്കാജനകമല്ലാത്ത സാഹചര്യത്തിലുണ്ടായ ഈ അപകടം നിർഭാഗ്യകരം എന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യയിൽ സംഭവിച്ച 3ാമത്തെ വലിയ വിമാന അപകടമാണ് മംഗലാപുരത്തുണ്ടായത്. 1996-ലെ ചക്രി ദർദി വിമാന അപകടത്തിൽ 349 പേർ മരിച്ചതും 1978-ൽ 213 പേർ മരിച്ച എയർ ഇന്ത്യ വിമാനം 855 ആണ് സംഭവിച്ച മറ്റു 2 വലിയ ദുരന്തങ്ങൾ. ടേബിൾ ടോപ്പ് റൺവേയുള്ള മംഗലാപുരത്തെ വിമാനത്താവളത്തിൽ റൺവേ തെറ്റിയതുകൊണ്ടുണ്ടായ 2ാമത്തെ അപകടവുമായിരുന്നു ഇത്. മംഗലാപുരം റൺവേയെപ്പറ്റി ഏറെ ധാരണയുള്ള ബ്രിട്ടീഷുകാരനായ സെർബിയൻ വംശജൻ ക്യാപ്റ്റൻ സെഡ് ഗ്ലീസിയയ്ക്ക് സംഭവിച്ച പിഴവാണ് അപകട കാരണം എന്നായിരുന്നു കണ്ടെത്തൽ. ബെജ്പേ വിമാനത്താവള റൺവേയിൽ ശനിയാഴ്ച കാലത്ത് 7000 അടിക്കപ്പുറത്ത് നിലം തൊടുകയും നിമിഷങ്ങൾക്കകം കുത്തനെയുള്ള മലഞ്ചെരിവിലൂടെ താഴേക്കു മറിഞ്ഞു തകരുകയും ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനുവദനീയമായതിന്റെ ഇരട്ടിയോളം വേഗത്തിലാണ് റൺവേയെ സമീപിച്ചതെന്ന് അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. നിലം തൊടാൻ താഴ്ന്നു പറന്നു വരുമ്പോൾ മണിക്കൂറിൽ 220 കിലോമീറ്ററാണ് അനുവദിക്കുന്ന പരമാവധി വേഗം. എന്നാൽ സെർബിയൻ കമാൻഡർ സെഡ് ഗ്ലൂസിയ ഈ വിമാനം റൺവേയിലേക്ക് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ വേഗം മണിക്കൂറിൽ 400 കിലോമീറ്ററോളമായിരുന്നു. വിമാനം റൺവേയിൽ ഇറങ്ങുന്നതിന് സഹായിക്കുന്ന ILS സൂചിപ്പിച്ച ശരിയായ ചെരിവിലാണ് വിമാനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗ്ലൂസിയ മംഗലാപുരത്തെ വ്യോമഗതാഗത നിയന്ത്രകരോട് പറഞ്ഞത് സത്യമല്ലായിരുന്നുവെന്നും പിന്നീട് കണ്ടെത്തി. യഥാർത്ഥത്തിൽ ഇറങ്ങേണ്ട ചെരിവായ 3 ഡിഗ്രിയിലും കുറഞ്ഞ ചെരിവിലാണ് വിമാനം റൺവേയെ സമീപിക്കുന്നതെന്ന് കോക്പിറ്റിലെ ഡയലുകളിൽ നിന്നും വ്യക്തമായിട്ടും പൈലറ്റ് കൺട്രോൾ റൂമിലുള്ളവരോട് അക്കാര്യം മറച്ചുവെച്ചത് വിമാനം വൈകുന്നത് ഒഴിവാക്കാനായിരുന്നുവെന്നാണ് കരുതേണ്ടത്. റൺവേക്ക് സമീപം എത്തിയിട്ടും കൃത്യമായ ചെരിവ് ലഭിക്കാതെ വരികയോ കൃത്യമായ ചെരിവിൽ 450 അടി പൊക്കം എത്തുമ്പോഴേക്കും റൺവേ കാണാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ വിമാനം ഇറങ്ങാൻ ശ്രമിക്കാതെ വീണ്ടും ഉയർന്നു കറങ്ങി വന്നു ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പല പൈലറ്റുമാരും ഇത്തരം ചെറുനുണകൾ പറയുന്നത് അസാധാരണമല്ല. റൺവേയുടെ അറ്റത്ത് വൻ വേഗത്തിൽ നിലം തൊട്ടയുടൻ വിമാനം എടുത്തു ചാടുന്നത് പോലെ ഉയർന്നു പൊങ്ങി വീണ്ടും റൺവേയിൽ സ്പർശിച്ചുവെന്നും അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. വീണ്ടും ഒരു തവണ കൂടി എടുത്തു ചാടുമ്പോഴേക്കും വിമാനം റൺവേയുടെ അറ്റത്തുള്ള മണൽ വിരിച്ച സുരക്ഷാ നീളത്തിന് വളരെ അടുത്തെത്തിയിരുന്നു. അപകടം അതിന്റെ എല്ലാ ഭയാനകതയോടും കൂടി തിരിച്ചറിഞ്ഞ പൈലറ്റ് നിഷ്ക്രിയമായ ഒരു നിമിഷത്തിന് ശേഷം വിമാനം ഉയർത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. വിമാനത്തിന് പരമാവധി വേഗം കൊടുക്കുകയും മുന്നറ്റം ഉയർത്തുകയും ചെയ്തുവെങ്കിലും ശ്രമം പരാജയപ്പെട്ടു. ആദ്യം വഴങ്ങി മൂക്കുയർത്തിയ വിമാനം വീണ്ടും റൺവേ സുരക്ഷാ മേഖലയിൽ നിലം തൊട്ടു. വീണ്ടും ഗ്ലൂസിയ ഒരു ശ്രമം കൂടി നടത്തിയപ്പോഴേക്കും വലം ചിറക് തൊട്ടുമുന്നിലുള്ള ILS ആന്റിനയിൽ തട്ടി തകരുകയായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ പൈലറ്റ് ഉറങ്ങുകയായിരുന്നുവെന്നും കണ്ടെത്തി. ഈ വേഗതയിൽ പോയാൽ റൺവേയിൽ ഇറങ്ങാൻ കഴിയുകയില്ല എന്ന് കോ പൈലറ്റ് പല പ്രാവശ്യം പൈലറ്റിനോട് പറഞ്ഞിരുന്നതായും പിന്നീട് കണ്ടെത്തി. ഒരു പൈലറ്റിന്റെ അശ്രദ്ധ 158ഓളം പേരുടെ ജീവനാണ് അപഹരിച്ചത്.